ആ, ശ്രീമതി രഞ്ജിനി, താങ്കൾ കേൾക്കാമെന്നാണ് തോന്നുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുകയായിരുന്നു, ആ, താങ്കളുടെ ഹർജി, താങ്കൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി, അതിൻ്റെ ലോക്കൽ സ്റ്റാൻഡ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രസക്തിയില്ല, അത് നിലനിൽക്കില്ല എന്ന് കോടതി വാക്കാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമില്ലാത്ത, ഒരു കഥയില്ലാത്ത ഹർജിയാണ്. ആ ഹർജി ഈ അവസാന നിമിഷം കൊടുക്കാനിടയായ എന്താണ്, അതിനുള്ള പ്രേരണ എന്താണ് മാഡം? എനിവേ ഹർജി മൺഡേ അല്ലേ പറഞ്ഞേ, അപ്പോൾ അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യണ്ടേ? ബിക്കോസ് വരാതെ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്തിനാ ഇപ്പം അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? എനിക്ക് നേരത്തെ പറഞ്ഞവർ വനിതാ കമ്മീഷനാണോ? എനിക്ക് വിഷ്വൽസ് ഇല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് ഐ തിങ്ക് വനിതാ കമ്മീഷണർ അല്ലേ? അതെ അതെ, വനിതാ കമ്മീഷൻ പി സതീദേവി. അതെ അതെ, വനിതാ കമ്മീഷൻ പി സതീദേവി. ഹലോ, കേൾക്കാമോ? കേൾക്കാം. വനിതാ കമ്മീഷൻ പി സതീദേവിയാണ് സംസാരിച്ചത്. ഓക്കെ ഓക്കെ, അത് എനിക്ക് വളരെ ദുഃഖമുണ്ട് കേട്ടോ, ഇങ്ങനെ സംസാരിക്കുന്നതിൽ. ആ രീതി ഈസ് വെരി പെയിൻഫുൾ. കാരണം എല്ലാ വുമൻ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയാണ് ഒരു വുമൻ കമ്മീഷൻ എല്ലാ സ്റ്റേറ്റിലെയുമാണ്. സെൻറ്റർ ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ വുമൻ കമ്മീഷൻ ഷുഡ് ബി ടോക്കിംഗ് ഫോർ മീ, ഷുഡ് ബി സപ്പോർട്ടിങ് മീ. പക്ഷേ ഇവിടെ അത് ഞാൻ കേട്ടത് ഇറ്റ്സ് വെരി, എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ഇങ്ങനെ വാദിക്കാമോ, ഇങ്ങനെ സംസാരിക്കാമോ എന്ന്. ഓക്കെ, അതൊരു റെസ്പെക്റ്റ് വേണ്ടേ? ഞാൻ എന്തിനാ ഈ ഹർജി വേറെ നിവൃത്തിയില്ലാതാണ് ഞാൻ കൊടുത്തത്. ബിക്കോസ് ഐ എം നോട്ട് ഗോയിങ് ടു കമൻറ്റ് ഓൺ ദ ലീഗൽ ആസ്പെക്ട്സ്. ഇപ്പോൾ ഐ എം മേക്കിംഗ് മൈസെൽഫ് ക്ലിയർ. കാരണം മൺഡേ ആണ് ഹിയറിംഗ് വരുന്നു, അത് കാരണം കൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നില്ല. ബട്ട് എൻ്റെ വാദം എങ്ങനെയാണ്, ഞാനാണ് ആദ്യത്തെ പാർട്ടിസിപ്പൻ്റായിട്ട് ആ കമ്മിറ്റിയിൽ പോയത്. അപ്പോൾ ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ അവിടെ റെക്കോർഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഐ മീൻ റിട്ടൺ ബൈ, വി ഷുഡ് ബി ഹാവിങ് എ കോപ്പി. ഇതാണ്, ഒന്ന് ചെക്ക് ചെയ്യാമോ? രഞ്ജനിയോട് ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇത് ഒന്ന് ശരിയാണോ എന്ന്. ആ കോപ്പി ഇതുവരെ നിയർലി ഗോയിങ് ടു ബി 5 years, ആ കോപ്പി ഇതുവരെ നമുക്ക് തന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അത് ഒന്ന്. സെക്കൻഡ് തിങ് ഈസ്, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ, നിയർലി 50 of us have gone there. നമ്മളവിടെ പോയത് എന്നാ പിക്നിക് അന്വേഷിക്കാനാണ് പോയത്. നമ്മൾ പോയത് എന്തിനു വേണ്ടി? ഒരു പ്രൊട്ടക്ഷൻ വേണം, ഒരു എന്താ പറയുക, കോൺക്രീറ്റായതിന് ഒരു സംവിധാനം വേണം, എസ്പെഷ്യലി ഒരു ട്രൈബ്യൂണൽ വേണം. അതൊക്കെ വേണ്ടിയല്ലേ നമ്മൾ പോയത്. അവർ ഗ്രീവൻസസ്, ദർ ഷുഡ് ബി എ സെൽ. ഇപ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റ് വേൾഡ്, ഹാഷ്മി മീഡിയയിലും ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് തന്നെ HR ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയല്ല സിനിമ രംഗത്തിൽ, സിനിമ ഓ സീരിയൽ രംഗത്തിൽ അങ്ങനെ ഇല്ല. എല്ലാം വിൽ ബി ഡിസൈഡഡ് ബൈ ദ യൂണിയൻസ് ഓ ഗിൽഡ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നമുക്ക് അത് എന്താ പറയുക, നമ്മൾ ഈ ആക്ട്രസിൻ്റെ കേസിലേ നമ്മളെല്ലാം കണ്ടതല്ലേ. അവിടെ அந்த യൂണിയനിൽ இருக்கிற ആൾക്കാർ തന്നെ അതിൽ ലാസ്റ്റായിട്ട് അതിൽ വന്നിട്ടുണ്ട്, റൈറ്റ്? സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഡു യു തിങ്ക് ഞങ്ങൾക്ക് ഒരു ജസ്റ്റിസ് അവിടെ ഉണ്ടാവും? അത് കാരണമല്ലേ WCC ഫൈറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വേണമെന്ന് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തത്. അല്ല മാഡം, ഇത് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത് ഇത് ദീർഘകാലമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെയാണ് ഒരു ഘട്ടത്തിൽ അത് പുറത്തേക്ക് വരും എന്ന ഘട്ടമെത്തിയപ്പോൾ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് കോടതിയിലേക്ക് പോകുന്നു, തടയുന്നു, അത് കോടതി തള്ളുന്നു. അതിനുശേഷം വീണ്ടും 20 ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വരാൻ പോകുന്നു എന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ താങ്കൾ അവസാന നിമിഷം പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യത്തിന്റെ ക്രക്സ് മാഡം. ക്രക്സ് എന്തിനാ മീൻസ്, because Sajimon is not has got no locus standi. Sajimon ഒരു പെണ്ണാണോ? ഡിഡ് ഹി അപ്പിയർ ഇൻ ഹേമ കമ്മിറ്റി ഹിയറിംഗിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നാച്ചുറലി ഹി ഡോണ്ട് ഹാവ് ദ സ്റ്റാൻഡിങ്. പക്ഷേ ഞാൻ ഇവിടെ ഡിഫറെൻ്റ് ആണ്. എൻ്റെ കാര്യം ഇത് ഡിഫറെൻ്റ് ആണ്. ഞാൻ അവിടെ പോയിരുന്നു, ഐ വാസ് ദ ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. കോടതിക്ക് റൈറ്റ്, എനിക്ക് കോടതി അപ്രോച്ച് ചെയ്യാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. ബിക്കോസ് എൻ്റെ ഫണ്ടമെൻ്റൽ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഹാവ് ബിൻ വയലേറ്റഡ് അല്ലേ.
ഒരു റിപ്പോർട്ട് വരുന്നു, ഇത്രയ്ക്ക് സംഭവിച്ച സ്ഥിതിക്ക് ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്, അതിൻ്റെ ഫൈൻഡിങ് എന്താ, ഇതിൻ്റെ ഔട്ട്കം എന്താ ആവാൻ പോവാന്ന് അതിൽ ഞാൻ ചോദിക്കണേ. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കോൺസെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കാണണം, ഞാൻ അവിടെ പറഞ്ഞത് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അത് എനിക്ക് കാണണം. സെക്കൻഡ് തിങ് ഈസ് അത് ബേസ് ചെയ്ത് കോൺക്രീറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഡിസിഷൻ എന്താ, അത് എനിക്ക് എന്നെപ്പോലെ 50 of us, അതെ എന്നെപ്പോലെ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ ഈ ഉറപ്പായും മാഡം. പക്ഷേ ഇതിലെ പ്രശ്നം വൈ കോണ്ട് യു ബിലീവ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. മാഡം, വൈ കോണ്ട് യു ബിലീവ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത് നോക്കുന്നുണ്ട്. ഇത് നോക്കിയതിന് ശേഷം താങ്കൾ ഈ പറയുന്ന ഇപ്പൊ താങ്കൾക്കുണ്ടായ എന്ത് അനുഭവത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞാലും താങ്കളുടെ പേര് പുറത്തു പറഞ്ഞുകൂടാ. അത് മാത്രമല്ല വിവരാവകാശം പറയുന്നു 49 പേജിലെ 96 പാര പുറത്തുവിടരുത്, 81 മുതൽ 100 വരെ പാരഗ്രാഫ് പുറത്തുവിടരുത്, 165 മുതൽ 196 വരെയുള്ള പേജുകൾ, ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ, ഒരു പെൻഡ്രൈവിലുള്ള എന്തൊക്കെ വിവരങ്ങൾ, ഇതൊന്നും പുറത്തുവിടരുതെന്നും വളരെ സ്പെസിഫിക് ആയി കൊടുത്തേക്കുന്ന നിർദ്ദേശമാണ്. അതിൽ വിശ്വാസമില്ലേ? എൻ്റെ ആസ് എ സിറ്റിസൺ ഐ ഹാവ് ദ റൈറ്റ് ടു അപ്രോച്ച് ദ കോർട്ട് അല്ലേ, എല്ലാവർക്കും റൈറ്റ് ടു എ ഫെയർ ട്രയൽ ഉണ്ടല്ലോ. ഞാൻ അത് എക്സോസ്റ്റ് ചെയ്യുന്നു, അതിലെന്താ കുഴപ്പം, ആർക്കെന്താ പ്രശ്നമുള്ളത്? ഞാൻ എൻ്റെ റൈറ്റ്സ് അല്ലേ എക്സസൈസ് ചെയ്യുന്നത്. സോ ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറയുന്നില്ല പബ്ലിഷ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്നു പബ്ലിഷ് ചെയ്യണം. ഫ്രം ദ ഡേ 1 ഇറ്റ്സെൽഫ് ഞാൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പബ്ലിഷ് ചെയ്യണം. പക്ഷേ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അത് ബേസ് ചെയ്തിട്ട് എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ സോളിഡ് ഔട്ട്കം എന്താണ് അത് നമുക്ക് അറിയണ്ടേ. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി ബുക്ക് ഓർ ഇറ്റ്സ് നോട്ട് എൻ അസൈൻമെൻറ്റ് ഡെഡ് ലൈൻ കഴിഞ്ഞ ശേഷം പബ്ലിഷ് ചെയ്യാമെന്ന്. ഇതിൽ കുറേ പേരോട് ഇതുണ്ട്, വടിക്കോ പ്രിവസി ഹാവ് ബീൻ എഫക്റ്റഡ്. ചുമ്മാ വെറുതെ പറയാൻ പറ്റില്ല ഞങ്ങൾ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് കണ്ടിട്ട് അത് പുറത്ത് വിട്ടാൽ എന്താ കുഴപ്പമുള്ളത്? ഇറ്റ് ഈസ് അവർ റൈറ്റ് അല്ലേ, ഓൾ ദ വുമൻസ് റൈറ്റ്സ് അല്ലേ. താങ്കളെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളടക്കം ഒഴിവാക്കിയാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പ്രൈവസി പ്രശ്നം ഉണ്ടാകും എന്ന് ഭയക്കുന്നുണ്ടോ ശ്രീമതി രഞ്ജിനി? അല്ല, നമുക്ക് റിപ്പോർട്ട് കണ്ടാലേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ, റിപ്പോർട്ട് കാണാതെ എങ്ങനെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഒഴിവാക്കിന്ന്? അതാണ് എനിക്ക് അതിൽ എന്താ കുഴപ്പം. ഞാൻ ചോദിക്കുന്നത് ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ അല്ലേ. ഐ വാണ്ട് ടു സീ മൈ റിപ്പോർട്ട്, ഐ വാണ്ട് ടു സീ ദ സ്റ്റേറ്റ്മെന്റ്, ഐ വാണ്ട് ടു സീ എന്താ ആ റിപ്പോർട്ടിൽ എന്താ ഉള്ളത് ഫൈൻഡിങ്സ്. എന്നെപ്പോലെ 50 പേര് അടുത്തുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത്, എല്ലാവർക്കും ഒരു കോപ്പി കിട്ടിയാൽ എന്താ കുഴപ്പം? ഇതുവരെ ഞങ്ങൾ ആരും പുറത്ത് വന്നിട്ട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് കയ്യിൽ കിട്ടിയാൽ മാത്രം ഞങ്ങൾ പുറത്ത് പറയൂ. ദിസ് ഈസ് ബേസ്ലെസ് ആൻഡ് ഈസ് സെൻസ്ലെസ്. സോ ഞാൻ വേറെ ഒന്നും പറയാൻ പോകുന്നില്ല, ബിക്കോസ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു എ ഫേവറബിൾ ജഡ്ജ്മെൻറ്റ് ഓൺ മൺഡേ. പിന്നെ ഒരു വാർത്ത കൂടെ എനിക്ക് ആഡ് ചെയ്യണം. ഞാൻ ഐ താങ്ക് CM എന്ന് പറഞ്ഞത് ആക്ച്വലി അത് തെറ്റാണ്. ഐ മെൻറ്റ് ഗവൺമെൻറ്, നോട്ട് CM, ഗവൺമെൻറ് ആണ്. ബിക്കോസ് ഞാൻ പുറത്ത് കുറേ നാൾ ഇരുന്നപ്പോൾ ആ സ്റ്റൈലിലാണ് വന്നത്. വെൻ വി സേ, വി ഡോണ്ട് സേ ഗവൺമെൻറ്, വി ഓൾവേസ് സേ ദ PM. അങ്ങനെയാണ്, ആ കൾച്ചറിലാണ് സർക്കാർ താങ്കളെ കേട്ടു. ഒറ്റ ചോദ്യം കൂടി, ഇത് സാംസ്കാരിക വകുപ്പിന്റെ പക്കലിരിപ്പുണ്ട് ഈ റിപ്പോർട്ട്. അത് ഒഴിവാക്കിയതോ ഒഴിവാക്കാത്തോ ആയ ഭാഗം കോടതിയിലേക്ക് പോകും മുൻപ് തന്നെ ഈ സർക്കാരിന് താങ്കളെ കാണിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനൊരു ശ്രമം നടത്തിയിരുന്നോ? എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് പോകാം എന്നാലോചിച്ചത് മാഡം? ഇല്ല, അല്ല, ഞാൻ റിലൈ ചെയ്തിട്ട് WCC അല്ലേ, ഞാൻ പാർട്ട് ഓഫ് WCC റൈറ്റ്. അപ്പോൾ WCC ഹാവ് ബീൻ ആസ്കിങ് ഗവൺമെൻറ്റോട് ഒരുപാട് അവർ കത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് അറിയുന്നത് അവർ കത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അവർ കോടതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല, ഈ ചോദ്യം ചോദിക്കാൻ അവർ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ 11th hourലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗെറ്റിംഗ് പബ്ലിഷ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടേ? കാണാതെയാണോ നമ്മൾ ഇത്ര നാള് ഇവര് റോങ്? അല്ല മാഡം, ഇത് റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് കോടതിയിൽ പോകാം, ഇത് ഏത് സമയം പുറത്തേക്ക് വരും എന്ന അന്തരീക്ഷത്തിലുണ്ട്. പുറത്ത് വന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അല്ലല്ല, നമുക്ക് അതിൽ ഒരു കോപ്പി കൊടുക്കുന്നത് എന്താ പ്രശ്നം? അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഐ എം ജസ്റ്റ് എക്സസൈസിങ് മൈ റൈറ്റ്സ്. വാട്ട് ഈസ് ദ ക്വാം അബൌട്ട് ഇറ്റ്?